ഹിസ്റ്ററിസിസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലാണ്. മെറ്റീരിയൽസിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു? ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്. മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, അതിൽ നമുക്ക് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് എന്തിനു വേണ്ടത്? മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കൺസിഡർ ചെയ്ത് അത് മാഗ്നറ്റൈസ് ചെയ്യാൻ പോകണം. അപ്പോൾ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് വെക്കും. ഓക്കെ, മാഗ്നറ്റൈസിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു ഗ്രാഫായിട്ടാണ്, ഒരു ഗ്രാഫ് പോലെ ആയിരിക്കും മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് ഇരിക്കുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡ്, എച്ച് മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഓക്കെ, ഇത് ഗ്രാഫ് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചാൽ മതി. ബി മാഗ്നറ്റിക് ഫീൽഡ്, എച്ച് മാഗ്നറ്റൈസിങ് ഫീൽഡ്. അവിടെ നമ്മൾ ഇനീഷ്യൽ പോയിന്റ് ബിയുടെ വാല്യൂ 0 ആണ്. ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ 0 ആണ്, എച്ചിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ എച്ച് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകും. എച്ച് ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ എച്ചിന്റെ കൂടെ തന്നെ ബി ഇൻക്രീസ് ചെയ്ത് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ഗ്രാഫ് കിട്ടും. പിന്നെ നമ്മൾ എച്ച് ഇൻക്രീസ് ചെയ്യുമ്പോൾ, എച്ച് മാക്സിമം ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എച്ച് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ പോകും. ബിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇനിയും എച്ച് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് വളർന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. പിന്നെ നമ്മൾ കൂട്ടി വന്നതുപോലെ തന്നെ എച്ചിന്റെ വാല്യൂ കുറച്ച് വന്ന് നമ്മൾ ഈ ഒരു പോയിന്റിൽ, ഈ പോയിന്റിൽ എച്ചിന്റെ വാല്യൂ എന്തായിരിക്കും? ഈ ഒരു പോയിന്റിൽ ബിയുടെ ആക്സിസിൽ എച്ചിന്റെ വാല്യൂ എന്തായിരിക്കും? 0. ബി ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് റിറ്റൻറ്റിവിറ്റി. ഓക്കെ, ജസ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇത്രയും വരുള്ളൂ. റിറ്റൻറ്റിവിറ്റി എന്താന്ന് ചോദിക്കാം. അപ്പോൾ ബി ഈസ് നോട്ട് ഈക്വൽ ടു 0, എച്ച് ഈക്വൽ ടു 0. ഇത് വരച്ച് കാണിച്ചാൽ മതി. ഈ ഒരു റീജിയൻ തൊട്ട് ഈ ഒ പി എന്ന് പറയുന്ന ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റിറ്റൻറ്റിവിറ്റി എന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ എച്ചിന്റെ വാല്യൂ കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ എച്ച് ഒരു നെഗറ്റീവ് വാല്യൂ ആയി. ഈ ഒരു പോയിന്റിൽ എച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0 ബട്ട് ബി ഈക്വൽ ടു 0. ഇവിടെ തൊട്ട് ഈ ഒരു പോയിന്റ് വരെയുള്ള റീജിയൻ, ഇത് ഞാനിപ്പോൾ ആർ എന്ന് കൊണ്ടുവരാണ്, ആർ പി. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കോയേസിവിറ്റി. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് പഠിക്കുമ്പോൾ ഈ രണ്ട് ടേം മാത്രമേ പഠിക്കാനുള്ളൂ. റിറ്റൻറ്റിവിറ്റി, കോയേസിവിറ്റി എന്താണെന്ന് നോക്കുക. ഓക്കെ, ഒരു മാഗ്നറ്റൈസിങ്, നമ്മളൊരു മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് എന്ന് പറയുമ്പോൾ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കൺസിഡർ ചെയ്ത് അതിനെ മാഗ്നറ്റൈസ് ചെയ്യണം. മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡും ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇനീഷ്യൽ പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ബിയുടെ വാല്യൂ 0 ആണ്, എച്ചിന്റെ വാല്യൂ 0 ആണ്. പിന്നെ നമ്മൾ എച്ചിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ ബിയും കോൺസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് രണ്ടും ലീനിയർലി നമുക്കൊരു ലീനിയർ ആയിട്ട് ഒരു ഗ്രാഫ് കിട്ടും. പിന്നെ നമ്മൾ ഈ പോയിന്റിൽ എച്ചിന്റെ വാല്യൂ നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് ഈ ഒരു പോയിന്റ് എത്തും. ഈ പോയിന്റിൽ ബി ഇസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എച്ച് ഈക്വൽ ടു 0. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് റിറ്റൻറ്റിവിറ്റി. ദെൻ എച്ചിന്റെ വാല്യൂ പിന്നെയും നമ്മൾ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ ഒരു റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് കോയേസിവിറ്റി. പിന്നെ ഇതിങ്ങനെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുവന്നു, ജോയിൻ ചെയ്തു, ജസ്റ്റ് ആ ഒരു പോയിന്റിലേക്ക് തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇത് റിറ്റൻറ്റിവിറ്റി ആണെങ്കിൽ ഇതും റിറ്റൻറ്റിവിറ്റി. അതുപോലെ തന്നെ ആർ പി, പി യു, കോയേസിവിറ്റി. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് നോക്കാനായിട്ടുള്ളത്. വരച്ചു വെച്ചോ. ലാഗിംഗ് ഓഫ് ബി ബിഹൈൻഡ് എച്ച്. ബി എന്താ? മാഗ്നറ്റിക് ഫീൽഡ്. എച്ച് എന്താ? മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. ഓക്കെ, ഐ ആണ് ഇന്റൻസിറ്റി. ഓക്കെ, അപ്പോൾ ലാഗിംഗ് ഓഫ് ബി ബിഹൈൻഡ് എച്ച് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ്. എന്താണ് വാട്ട് ഈസ് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാഗിംഗ് ഓഫ് ബി ബിഹൈൻഡ് എച്ച്, അതായത് ഇവിടെ വന്ന് കണ്ടാൽ നമ്മൾ എച്ചിന്റെ വാല്യൂ കുറച്ച് ഇവിടെ വന്നപ്പോൾ എച്ചിന്റെ വാല്യൂ 0 ആയി, പക്ഷേ ബി ഇസ് നോട്ട് ഈക്വൽ ടു 0. ബി 0 ആയിട്ടില്ല. ഈ ഒരു പോയിന്റിൽ ബി 0 ആയിട്ടില്ല. ദാറ്റ് മീൻസ് ബി ഇസ് ലാഗിംഗ്. ഓക്കെ, അപ്പോൾ ആ സെന്റൻസ് ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. ലാഗിംഗ് ഓഫ് ബി ബിഹൈൻഡ് എച്ച് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ്. Lagging of B behind H is called magnetic hysteresis. അത്രയും നോക്കി വെച്ചാൽ മതി.
റീജിയൻ ഏതൊക്കെയാണെന്ന് വരക്കാൻ പഠിച്ചത്. ഗ്രാഫ് ഞാൻ പറഞ്ഞിരുന്നു മാർക്ക് ചെയ്ത് വെച്ചാൽ behind H is what? ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല ന്യൂമറിക്കൽസ്. മാഗ്നറ്റ് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവന്ന നമ്മൾ മെറ്റീരിയൽ അതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് നമ്മൾ മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോഫ്റ്റ് ആൻഡ് ഹാർഡ്. ഓക്കെ ഓക്കെ നമുക്ക് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോഫ്റ്റ് അയൺ, ഹാർഡ് അയൺ. ഹാർഡ് അയൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ്സ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഹാർഡ് അയൺ. മറ്റേത് സോഫ്റ്റ് അയൺ ഇലക്ട്രോമാഗ്നറ്റ്സ്. ഓക്കെ ഇതിന്റെ രണ്ടിന്റെയും ഗ്രാഫ് ഒന്ന് നോക്കിക്കോണം. ഈ ഹിസ്റ്ററിസിസ് കർവ് രണ്ടിന്റെയും നോക്കണം. ഹാർഡ് മാഗ്നറ്റ്സിന്റെയും ഹാർഡ് അയണിന്റെയും അതുപോലെ തന്നെ സോഫ്റ്റ് അയണിന്റെയും. അതിൽ വരച്ചേക്കുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. ഞാൻ വരച്ചതുപോലെ നോക്കിയാൽ മതി. ഓക്കെ ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. ഹാർഡ് അയൺ എന്ന് പറയുമ്പോൾ പെർമനന്റ് മാട്രിക്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹാർഡ് അയൺ യൂസ് ചെയ്യുന്നത്. ഇതിൽ നോക്കിക്കേ ഈ ഒരു ഗ്രാഫ് ജസ്റ്റ് ഞാൻ മാർക്കൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം ഇതിൽ റെപ്രസെന്റിവിറ്റി എന്താണ്? ഹൈ റെപ്രസെന്റിവിറ്റി ആണ്. ഹൈ റെപ്രസെന്റിവിറ്റി ഹൈ കോഎഫിഷ്യന്റ്. ഓക്കെ ഇതിനെ കമ്പയർ ചെയ്ത് ഇത് നോക്കുമ്പോൾ നോക്കിക്കേ ഇതെന്താണ്? കൈ എന്താ? സസെപ്റ്റബിലിറ്റി. ഓക്കെ അപ്പൊ ഫെറോമാഗ്നറ്റ്സിന്റെ കൈ എപ്പോഴും എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞത്? സസെപ്റ്റബിലിറ്റി. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. 3 ടൈം എക്സാമ്പിൾ ഒക്കെ പറഞ്ഞതായിരുന്നു. അത് ഓർമ്മയുണ്ടെങ്കിലും ഓർത്ത് പറയണേ കറക്റ്റ് ആയിട്ട്. ഓക്കെ ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യാം. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ 2 ടൈപ്പ് ഉണ്ട്. സോഫ്റ്റ് ഉണ്ട്, ഹാർഡ് അയൺ ഉണ്ട്. ഓക്കെ ചാപ്റ്റർ അടുത്ത ചാപ്റ്ററിലേക്ക് ന്യൂമറിക്കൽസ് നമുക്ക് 2-3 ചെയ്യാം. അടുത്ത ചാപ്റ്ററിലേക്ക് ന്യൂമറിക്കൽസ് Okay.
വീട്ട് ബാക്കിന് പ്രൊട്ടക്ഷൻ സൊല്യൂഷൻ ഇതിന് മാത്രം Is this some kind of course of ഇതിന്റെ സ്റ്റാറ്റസ് എനിക്ക് നമ്മൾ എനിക്കെന്തിനാ അതെന്തിനാ short magnet. A short magnet.
30 degree. With uniform magnetic field of Tesla. 0.25 Tesla. Experiences a torque of magnitude 4.5 into 10 raised to minus 2. What is the magnitude of magnetic moment of the magnet? What is the magnitude of magnetic moment of the magnet? What is the magnitude of magnetic moment of the magnet? മാഗ്നെറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്, ടോർക്ക് തന്നിട്ടുണ്ട്. മാഗ്നെറ്റിക് മൊമെന്റ് കണ്ടുപിടിച്ചാൽ മതി. ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുക? ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുക? പറഞ്ഞേ. ടോ ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. ടോ ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. നിങ്ങൾക്ക് ഓ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എമ്മിന്റെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ച് കിട്ടിയാ കിട്ടിയാ എല്ലാം തന്നിട്ടുണ്ട്. എം ബി സൈൻ തീറ്റ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചോളൂ. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിൽ പഠിച്ച സെയിം തന്നെ പിയും ഇയും വന്ന സ്ഥലത്ത് എല്ലാം വരും. പി വന്ന സ്ഥലത്ത് എം വരും, ഇ വന്ന സ്ഥലത്ത് ബിയും വരും. അത്ര വ്യത്യാസം. എം ബി സൈൻ അപ്പോൾ ടോർക്കിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്, ബിയുടെ വാല്യൂ വന്നിട്ടുണ്ട്, തീറ്റയുടെ വാല്യൂ വന്നിട്ടുണ്ട്. എമ്മിൻ്റെ വാല്യൂ അതാണ് എന്തിന് ഡിലീറ്റ് ചെയ്യണം?
അവന്റെ റെക്കോർഡ് ക്വസ്റ്റൻ അയച്ചു അവൻ ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്ത് അഖിലിനെ മാറ്റി അഭിരാമത്തിന് അതെ Curious. So, a bar magnet of magnetic moment. A bar magnet of magnetic moment. ഈ ക്വസ്റ്റ്യൻ കൂടെ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാൻ കഴിയും. ചെയ്യിപ്പിക്കണം. എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ടോ സാധാരണ ക്വസ്റ്റ്യൻ? അല്ല ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചോ? നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. കുറച്ച് കൂടെ ചെയ്യാം. നോക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കട്ടെ ചെയ്യാം. A bar magnet of magnetic moment. ഗൗരി ഉണ്ടാ Okay, anyway, bar magnet of magnetic moment 1.5 joule per Tesla. Lies aligned with the direction of question എഴുതാൻ അറിയില്ല. ഞാൻ question എഴുതാനേ ഇവർക്ക് അറിയാം ഞാൻ പുറകെ നോക്കിയിരുന്നു ഇനി വന്ന ചെയ്തു. കിട്ടുമെന്ന് നോക്കിയാൽ ചെയ്യാൻ പറ്റുമോ നോക്കിയേ.
Directly minus ND cos theta ഉപയോഗിക്കുന്ന minus ND cos theta 2 minus cos theta 1. ND cos theta 1 minus cos theta 2. ഓക്കെ, കിട്ടുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ എഴുതിയാ? ഓക്കെ, ചെയ്തോട്ടാ. കിട്ടാത്തത് ശ്രദ്ധിച്ചാൽ മതി. A bar magnet of magnetic moment 1.5 joule per Tesla lies aligned with the direction of uniform magnetic field of 0.22 Tesla. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ബാർ മാഗ്നറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണലി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം നോർത്ത് ടു സൗത്ത്. ഓക്കെ, ഇവിടെ നമ്മളൊരു ബാർ മാഗ്നറ്റ് വെക്കണേ. ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ സൗത്ത് ടു നോർത്ത്. ഓക്കെ, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റ് വെച്ചേക്കണേ. A bar magnet of magnetic moment 1.5 joule per Tesla lies aligned with the direction of uniform magnetic field. സെയിം ഡയറക്ഷനിലാണ് രണ്ടും ഇരിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൽ അതിന്റെ ഡയറക്ഷൻ എവിടെ നിന്നാണ്? എക്സ്റ്റേണലി ഫ്രം നോർത്ത് ടു സൗത്ത്. അതുപോലെ തന്നെ ഡൈപോൾ എന്ന് പറയുമ്പോൾ സൗത്ത് ടു നോർത്ത് ആയിരിക്കും. അപ്പൊ രണ്ടും സെയിം ഡയറക്ഷനിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. Okay, ഇനി അടുത്ത എന്താ പറയുന്നത്? What is the work done required by an external torque to turn the magnet so as to align magnetic moment normal to the direction? Okay, അപ്പോൾ work done ന്റെ equation പഠിച്ചത് എന്താ? W equal to md പറഞ്ഞേ cos theta 1 minus cos theta 2. Okay, ഇനി ഫസ്റ്റ് കേസ് നോക്കണേ. What is the work done required by an external torque to turn the magnet so as to align magnetic moment normal to the direction? അപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്നത് രണ്ടും സെയിം ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് ഇരിക്കുന്നത്? മാഗ്നറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? രണ്ടും സെയിം ഡയറക്ഷനിലാകുമ്പോൾ തീറ്റ ഈക്വൽ ടു സെയിം ഡയറക്ഷനിലാകുമ്പോൾ തീറ്റ എന്തായിരിക്കും? 0. തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ cos തീറ്റ 1 W ഈക്വൽ ടു mb cos തീറ്റ 1 സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? cos 0 മൈനസ് ഇനി cos തീറ്റ 2. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് കേസ് എന്താ പറയുക? നോർമൽ ടു ദ ഡയറക്ഷൻ. നോർമൽ ടു ദ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ വെക്കാനോ ഉദ്ദേശിക്കുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ട്, ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. അപ്പോൾ ഫീൽഡിനാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അവിടുത്തെ തീറ്റ എന്താവും? തീറ്റ ഈക്വൽ ടു ഫീൽഡിന് നോർമൽ എന്ന് പറയുമ്പോൾ ഫീൽഡിന് പെർപെൻഡിക്കുലർ. അപ്പോൾ തീറ്റ എന്താവും അവിടെ? 90 ഡിഗ്രി. അപ്പോൾ cos 90. അപ്പോൾ എന്ത് വരും? W ഈക്വൽ ടു mb. എമ്മിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എത്ര തന്നിരിക്കുന്നത്? 1.5 ഇൻറ്റു ബി. ബി എത്ര തന്നിരിക്കുന്നത്? 0.33. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫസ്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് 1.5 joule per Tesla lies aligned with the direction of uniform magnetic field. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഫീൽഡ് ലൈൻസ് വരുന്നത്. അതിന്റെ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് വെച്ചിരിക്കുന്നത്? മാഗ്നറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്തായി? 0. ഇനി നമ്മുടെ ഫസ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഡൺ. വാട്ട് ഇസ് ദ വർക്ക് ഡൺ റിക്വയർഡ് ബൈ എക്സ്റ്റേണൽ ടോർക്ക് ടു ടേൺ ദ മാഗ്നറ്റ് സോ ആസ് ടു അലൈൻ മാഗ്നറ്റിക് മൊമെന്റ് നോർമൽ ടു ദ ഡയറക്ഷൻ. നോർമൽ എന്ന് പറയുമ്പോൾ മാഗ്നറ്റ് എന്ത് ചെയ്യാം? പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. അപ്പോൾ തീറ്റ ഈക്വൽ ടു എന്തായി? 90 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത കേസ് സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ ഓപ്പോസിറ്റ് ടു ദ ഫീൽഡ് ഡയറക്ഷൻ. ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ നേരെ തിരിച്ചെന്ന് പറയുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്താവും? 180. പാരലൽ അല്ല, ആന്റി പാരലൽ. അപ്പോൾ തീറ്റ ഈക്വൽ ടു 180. എവിടെയാ ഫിറ്റ് ചെയ്യണ്ടത്? അല്ല ആ മൈക്ക് ഓക്കെ, ചെയ്തോ.
വന്നിട്ട് മൈനസ് ആണ്. cos 1 ക്ക് minus 2. അപ്പോൾ 1 മൈനസ് മൈനസ് നമ്മുടെ ക്ലിയർ അല്ലേ? ബോർഡ് ക്ലിയർ അല്ലേ? കാണുന്നില്ലേ? ഇപ്പൊ കാണാം. അല്ല നീ ബാക്കി ഓക്കെ, ഇനി അടുത്തത് കണ്ടുപിടിക്കാലോ. ടോർക്ക് കണ്ടുപിടിക്കാലോ. ഓരോ കേസിലെ ടോർക്ക് കണ്ടുപിടിക്കാം. ടോർക്ക് ടോ ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. ഫസ്റ്റ് കേസിൽ എന്താ നോർമൽ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി ഓപ്പോസിറ്റ് ഫീൽഡ്. ടോർക്ക് കണ്ടുപിടിക്കാം. വേറെ ചെയ്തോ. എഴുതണം. കിട്ടുന്നുണ്ടോ? മനസ്സിലായോ? പറഞ്ഞല്ലോ. ആ ഇക്വേഷനെ കൊണ്ട് പഠിച്ചു വെച്ചേ കേട്ടോ. സെയിം തന്നെ നമ്മളിപ്പോ ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇക്വേഷൻസ് നോക്കി വെച്ചാൽ മറ്റേത് നമ്മൾ ഈ കോസ്റ്റീറ്റ സെയിം തന്നെ ടോർക്ക് കണ്ടുപിടിച്ച ടോർക്ക് കണ്ടുപിടിക്കാല്ല. ടോർക്ക് നോക്കിക്ക് ഓരോ കേസിലെ നോർമൽ എന്ന് പറയുമ്പോൾ ആംഗിൾ അത്രയും ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ ഇതാണ് തിരിച്ചു ആന്റി പാരലൽ. എത്ര പാരലൽ ആവുമ്പോൾ പിന്നെ ആന്റി പാരലൽ അത് ഞാൻ കണ്ടുപിടിച്ചേ. വൈകുന്നേരം വാങ്ങിച്ചത് തേന എന്റെ ഉള്ളതാണ്. ഇത് ഞാൻ തട്ടിയെടുത്തത്. അതെ. പിന്നെ തട്ടിയെടുത്തത്. അതിന്റെ 2 മാസം സബ്സ്ക്രൈബ് ചെയ്തു. പറഞ്ഞതല്ലേ എടാ 3:30 ആയിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ അവനെ അറിയിച്ചാൽ മെസ്സേജ് ഉണ്ടായിരുന്നു 3:10 അവനിപ്പോ നല്ല ഉച്ചയായി. 2 മിനിറ്റ് വീട്ടിൽ വന്നിട്ട് അടുത്ത ദിവസം നമുക്ക് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ? ചെയ്താ ലാസ്റ്റ് പോസ്റ്റ് എടുക്കാം. എല്ലാ മാസവും സംസാരിച്ചു കഴിഞ്ഞിട്ടാ ബുക്കെടുത്ത് അച്ഛന് പോയിട്ട് ആൻസർ എഴുതിക്കട്ടെ. ഓർക്ക് കണ്ടുപിടിച്ച് എഴുതിക്കട്ടെ. അത് മാത്രം ആൻസർ മാത്രം വായിച്ചിട്ട് നിങ്ങളുടെ സ്കൂളൊക്കെ അസംബ്ലിയിലും ക്ലാസ് ടീച്ചറും ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അല്ല ആൻസർ പാട്ടൊക്കെ
ഇത്രയല്ല ജോഗ്രഫി. കഴിഞ്ഞ അത് കഴിഞ്ഞില്ല, ആൻസർ കിട്ടിയ 0 അല്ല ആംഗിളാണ് വെച്ചത്. നോർമൽ ആൻസർ നോർമൽ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 90. മറ്റേത് എത്രയായിരിക്കും? ഓപ്പോസിറ്റ് ആൻസർ രണ്ട് കേസ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനൊക്കെ ഒരു സബ് ക്വസ്റ്റ്യൻ മാത്രം കണ്ടത് കാണാതെ പേജിൽ എന്തോ കാര്യം പറയുമ്പോഴോ ഇതൊക്കെ നിങ്ങൾക്ക് ആ റെസിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറ്റിയ ഇല്ലല്ലോ. ഇതാണ് ഞങ്ങളുടെ റെസിസ്റ്റൻസിന്റെ ഇവിടെ സിറ്റിക്ക് സാധനം അന്നത്തെ പീസ അവര് KV ഇപ്പം പറഞ്ഞു പക്ഷെ ഇതൊക്കെ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഗുണമുണ്ടാവും. എഴുതിയാ ആ സെന്റൻസ് മാറ്റി എഴുതിയാ മനസ്സിലായ എക്സ്പെരിമെന്റ് നിങ്ങൾ പറഞ്ഞാ അങ്ങനെ കിട്ടിയ ഉറക്കോ എന്ന് നീ ശ്രദ്ധിച്ചൊന്നുമില്ല. പറഞ്ഞു വേഗം വായിച്ചേ. മീൻ വേഗം വായിക്കും. ഇനി ആ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഫസ്റ്റ് എഴുതിയത്
Energy loss and transformer, hysteresis, joule loss, flux leakage, eddy currents. ഓക്കെ അത് വായിച്ചേ കിട്ടിയാ അതാണ് പാരഡൈസ് ഫസ്റ്റ് ലോഡ് ഒബ്സർവേഷൻ ഫസ്റ്റ് ലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത്ര എഴുതിയാൽ മതി whenever there is a relative motion between coil of magnet or coil of coil there is a EMF induced in the circuit this EMF produce a current okay അതാണ് ഫസ്റ്റ് ലോ എഴുതേണ്ടത് ഇനി സെക്കൻഡ് ലോ പാരഡൈസ് സെക്കൻഡ് ലോ ഫസ്റ്റ് ലോ ആയിട്ട് എക്സ്പെരിമെന്റിൽ ആ രണ്ട് ഒബ്സർവേഷൻ ഇല്ലേ അത് തന്നെ എഴുതിയാൽ മതി ഫസ്റ്റ് ലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ എഴുതിയാൽ മതി കോയിൽ ഞാൻ ഇത് നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കോയിൽ കോയിൽ ഓഫ് കോയിൽ മാഗ്നറ്റ് അത് തന്നെ എഴുതിയാൽ ഫസ്റ്റ് Okay, second law. Second law, the induced EMF is directly proportional to rate of change of flux. Okay, the induced EMF, let it go. The induced EMF is directly proportional to rate of change of flux. E proportional to d phi by dt. Rate of change of flux proportional to d phi by dt. Okay. എഴുതിയാ അടുത്തത് തേർഡ് ലോ അത് ലെൻസസ് ലോ ആണ് ലെൻസസ് ലോ അറിയൊന്നുമില്ല ഇത് E equal to minus d phi by dt വേറെ വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഒരു മൈനസ് വരുന്നത് മാത്രമേ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് യൂസ് ദ ഡയറക്ഷൻ ഓഫ് വോൾട്ടേജ് സ്കെയിലർ വോൾട്ടേജ് ലെൻസസ് ലോ ആണ് പാരഡൈസ് ലോ തന്നെയാണ് ക്ലാസ് അല്ല ഫ്ലക്സ് ഉണ്ടാവും ചേഞ്ച് ഇൻ ഫ്ലക്സ് ചേഞ്ച് ഇൻ ഫ്ലക്സ് EMF വീഡിയോ EMF ഉണ്ടാവും ആ EMF അത് മാഗ്നറ്റിക് ഫ്ലക്സ് ഓപ്പോസ് ചെയ്യും ഇവിടെ ഇപ്പോൾ മാഗ്നറ്റിക് അടുത്തോട്ടാണെങ്കിൽ പുഷ് അതാണ് എഡി കറണ്ട് ഓക്കെ ലെൻസസിനോട് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ It opposes the rate of change of magnetic flux. It opposes the rate of change of magnetic flux. ലെൻസസിനോട് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി It opposes rate of change of magnetic flux. Rate of change of magnetic flux.
പക്ഷേ അത് പറഞ്ഞു ഏതാണ്? ഇതിപ്പോ മാഗ്നറ്റിക് ഫ്ലക്സ് സ്കെയിലാണ് വോൾട്ടേജ് സ്കെയിലാണ് അപ്പൊ ഇങ്ങനെ ഡയറക്ഷൻ ഉണ്ടെന്ന് ശരി പറഞ്ഞു. ഏതാണ്? ലെൻസസ് സെക്കൻഡ് ലോ എഴുതിയോ? EMF is directly proportional to rate of change of flux എഴുതിയോ? ലെൻസസ് ലോ gives the direction of induced EMF. അതാ മറാണ്. ഞാൻ നോക്കില്ല. അടുത്ത പോയിന്റ്. Lenses law is based on conservation of energy. Lenses law is based on conservation of energy. Lenses law is based on conservation of energy. അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊരു ഒരു മാഗ്നറ്റ് നമ്മൾ ഈ ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോർത്ത് പോളാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? റിപ്പൾഷൻ ഓർ അട്രാക്ഷൻ? റിപ്പൾഷൻ ആയിരിക്കുമ്പോഴത്തേക്ക് ഈ മാഗ്നറ്റ് ഇങ്ങോട്ടായിരിക്കും നീങ്ങുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളോട് എന്ത് കൊടുക്കുക? ഒരു വർക്ക് ഡൺ കൊടുക്കുക. ഓക്കെ, അപ്പൊ ആ വർക്ക് ഡൺ അവിടുത്തെ ഒരു മെക്കാനിക്കൽ എനർജിയാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഇന്ന് റിപ്പൾഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? അവിടെ ഒരു വർക്ക് ഡൺ കൊടുക്കുക. ഓക്കെ, അതിനെയാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ഇത് നേരെ തിരിച്ച് ഇപ്പൊ തിരിച്ചു വരുമോ? ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആണ് വരുന്നെങ്കിൽ ഇത് അട്രാക്ട് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അതിന് നമുക്ക് ഈ അട്രാക്ഷനിൽ നിന്ന് നമുക്ക് തിരിച്ച് ദൂരേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുക? അവിടെ വർക്ക് ഡൺ തന്നെ കൊടുക്കുക. അതുകൊണ്ടാണ് ലെൻസസ് ലോ ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഇലക്ട്രിക് ഫ്ലക്സ് എന്താ വിളിച്ചത്? ലാസ്റ്റ് 5:30 വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇന്ന് 3:30 തുടങ്ങിയത്. മാഗ്നറ്റിക് ഫ്ലക്സ് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് പഠിച്ചത് അതൊന്ന് പറയാൻ പറ്റും? നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ ഗിവൻ ഏരിയ. ഇവിടെ എന്താണ് മാഗ്നറ്റിക് ലൈൻസ് വരുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്പർ ഓഫ് ലൈൻസ് ജസ്റ്റ് ഡെഫിനിഷൻ പറയാം. നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ ഗിവൻ ഏരിയ ഓർ ഇറ്റ് ഇസ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്റ്റർ. ഓക്കെ, എഴുതിക്കോ, സെന്റൻസ് ആയിട്ട് എഴുതിക്കോ. മാഗ്നറ്റിക് ഫ്ലക്സ് number of magnetic fields passing through a surface. number of magnetic lines. മറ്റേത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആയിരുന്നു, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. Passing through a surface. Number of magnetic field lines passing normally through a given area or it is a dot product of magnetic field and area vector. Number of field lines passing normally through a area or it is a dot product of magnetic field and ഫ്ലക്സ് എപ്പോഴും ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും സീറോ അല്ലേ? ആ, സോ പിന്നെ എന്തിനാണ്
പ്രത്യേകിച്ച് മൂവിംഗ് കോയിലും മാഗ്നറ്റിസവും മൂവിംഗ് ചാർജ് മാഗ്നറ്റിസവും അതിനൊന്നും ഇല്ല. തിയറി മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യാനൊരു എന്താ പറയാ മറ്റേ ചാപ്റ്റർ വെച്ച് കമ്പയർ ചെയ്യാനാണ്. അല്ല മൂവിംഗ് ചാർജ് എന്താ നല്ല ചാപ്റ്റർ അല്ലേ? നല്ല ചാപ്റ്റർ അല്ലേ? നല്ലോണം ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ പൊതുവെ പഠിക്കാൻ എളുപ്പമല്ലേ? ചെറുതായിട്ട് നല്ല എളുപ്പമാണ് ആ ചാപ്റ്റർ. നല്ല ചാപ്റ്ററാണ്. അതിൽ നിന്ന് ന്യൂമറിക്കൽസും അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഏത് ലെവൽ വരെ പോകാനാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ചാപ്റ്റർ. കറണ്ട് ഇലക്ട്രിസിറ്റി നന്നായിട്ട് ഫോക്കസ് ആണ്. ഇനി പേപ്പർ 16 മിസ്സിന്റെ 3 മാർക്ക് ചെക്ക് ചെയ്തില്ല. അവിടെ 10. ഓക്കെ, അടുത്തത് മോഷണൽ EMF. മോഷണൽ EMF. മോഷണൽ EMF. അതിനു മുമ്പേ നമുക്ക് ഒരു ലോ കൂടി പഠിക്കാനുണ്ട്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ്. അത് ലെഫ്റ്റ് ഹാൻഡ് അല്ലേ പഠിച്ചത്? റൈറ്റ് ഹാൻഡ് പഠിച്ചിട്ടില്ല, ലെഫ്റ്റ് ഹാൻഡ് അല്ലേ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്? അത് എഴുതിയിട്ട് നമുക്ക് എഴുതാം. ഡയറക്ഷൻ ഓഫ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെയാ വരുന്നതെന്ന് പഠിച്ചു. ഇൻഡ്യൂസ്ഡ് കറന്റ് എങ്ങനെയാ വരുന്നതെന്ന് പഠിച്ചു. ഈ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ലോ പഠിക്കണം? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ പറഞ്ഞതാ. അതുപോലെ തന്നെ ഈ ഇതുണ്ട് റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. ഓക്കെ, അത് പഠിക്കണം. പോട്ടെ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ പഠിച്ചത് അത് ഓർമ്മയുണ്ടാവും. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. തമ്പ് ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ ഓഫ് four finger indicate direction of magnetic field. Okay, ini right hand rule. Right hand rule എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ stretch out four finger, middle finger, thumb in mutually perpendicular direction. Thumb indicates motion of conductor. അതായത് നമുക്ക് ഫോഴ്സ്. നമ്മൾ നേരത്തെ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ പറഞ്ഞ ഫോഴ്സ് എന്നല്ലേ? ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഫോഴ്സ് ഇത്രയും ചിന്തിക്കും. ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഫോഴ്സ് കൊടുത്താൽ അത് എന്ത് ചെയ്യുള്ളൂ? അതിന് മൂവ്മെന്റ് ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ റൈറ്റ് ഹാൻഡ് റൂൾ നമുക്ക് എന്ത് പറയാം? തമ്പ് ഇൻഡിക്കേറ്റ് മോഷൻ ഓഫ് കണ്ടക്ടർ. ഓക്കെ, തമ്പ് ഇൻഡിക്കേറ്റ് മോഷൻ ഓഫ് കണ്ടക്ടർ. ആൻഡ് ബാക്കി എടുത്തത് സെയിം തന്നെ. ബാക്കി പറഞ്ഞതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും മറ്റേത് കറന്റ് അല്ല, ഇൻഡ്യൂസ്ഡ് കറന്റ്. ഓക്കെ, എഴുതിക്കാൻ എഴുതി വെച്ച് കിട്ടിയാ? ലോ കിട്ടിയാ? പറഞ്ഞേ വലിയത്
റിയൽ ഇതാക്കി ബ്രാൻഡാണ് പറയുന്നത്. ഇത് റിയൽ ആണ്. ബോഡി ലോസ് ശരിക്കും റിയൽ. ഇത് ഫേക്ക് ആണെന്ന് ചിന്തിക്കേണ്ടത്. ഈ മറ്റേ ചില വെബ്സൈറ്റ്സിൽ ഇങ്ങനെ അങ്ങനെ ഇന്റർവ്യൂ എടുക്കും. ഇങ്ങനെ അപ്പൊ അതിങ്ങനെ ഫോട്ടോ ഉണ്ട്, അയച്ചൊരു ഫോട്ടോ എടുക്കും. പിന്നെ അങ്ങനെ ഇന്റർവ്യൂ എടുക്കും. എന്ത് എടുക്കും? ഐഫോൺ 14 ടൈറ്റൻ ഇത് റോളക്സ് വാച്ച് അങ്ങനെ 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 അതിന് ഫിഷിക്കുണ്ട്. പക്ഷെ അതിലേക്ക് എഴുതി എന്താ മനസ്സിലാകാത്ത എല്ലാം പ്രിപ്പറേഷൻ ഗ്ലിഗ്നാൻസ് കുറെ ഉണ്ട്. ഗ്ലിഗ്നാൻസ് റീജൻ കാർബൺ കോമ്പൗണ്ട് ഈനുണ്ട്. ഗ്ലിഗ്നാൻസ് റീജൻ്റെ അറിയാമോ എന്താ? RMJXലേക്ക് ഹൈഡ്രോപോളേഷൻ ഓക്സിജൻ റിഡക്ഷൻ ചെയ്താൽ ആന്റിഹൈഡ്രേറ്റിലേക്ക് റിഡക്ഷൻ ചെയ്താൽ ആൽക്കോഹോൾ കിട്ടും. റിഡക്ഷൻ വെച്ച് റിഡക്ഷൻ ചെയ്ത സ്ട്രോങ് റിഡക്ഷൻ ചെയ്താൽ മാത്രമേ ആൽക്കോഹോൾ കിട്ടും. ആഡിയൈഡും പ്രൈമറി ആൽക്കോഹോൾ ആണ് കിട്ടുന്നത്. സെക്കൻഡറി എന്തെങ്കിലും ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് മന്ത് ഇല്ലേ? Here is here in the presence of മൂന്ന് അതിന്റെ മൂന്ന് സ്റ്റെപ്സ് ഉണ്ട്. മൂന്ന് മെത്തേഡ്സ് ഉണ്ട്. RMJX പ്ലസ് മെത്തഡാണ്. ഫസ്റ്റ് ആൽഡിഹൈഡിലേക്ക് അവസാനം പ്രൈമറി ആൽക്കഹോൾ കിട്ടും. ROH കിട്ടും. അതെ RMJX പ്ലസ് മെത്തഡാണ്. ഈ പ്രൊപ്പനോൾ പ്ലസ്
എല്ലാവർക്കും ചെയ്ത RCH ഇവിടുത്തെ അതിന്റെ അപ്പുറത്തെ സൈഡിൽ സെക്കൻഡറി ആണ്. RFX പ്ലസ് കീറ്റോൺ ചെയ്ത ടെർഷ്യറി ആൽക്കഹോൾ. കൺവേർഷൻസ് ഇത് ചോദിക്കാൻ പറ്റും. ഇത് തന്നിട്ട് ഇതെന്താണ് ആരെന്താണ് ചോദിക്കും. Preparation of conditions. D5 by dt. Okay. Rectangle
ഇത് മൂവ് ചെയ്ത് ഇവിടെ ഇതിന്റെ ഉള്ളിലേക്ക് ഇത് മൂവ് ചെയ്ത് വരുമ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് അല്ലെങ്കിൽ അത് റിംഗ് പോലെയാണ് അത് ഈ സ്ലൈഡ് ഒക്കെ ഉണ്ടാവില്ല അതുപോലെ ജസ്റ്റ് ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ വേറൊരു കണ്ടക്ടർ വെച്ചേക്കണേ നമ്മള്. അപ്പൊ ഇത് ഇങ്ങോട്ട് നീക്കുമ്പോ ഇതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യണല്ലേ, ഇതിലേക്ക് വന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF വരും E equal to minus d∅dt. E equal to minus d/dt of dA. Phi equal to dA. ഇനി ഏരിയ എന്താ ഇവിടുത്തെ? L into x. L into x. ഇവിടെ b യും l ഉം കോൺസ്റ്റന്റ് ആണ്, പക്ഷെ x മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, വേരി ചെയ്യുള്ളൂ. കാരണം ഇത് ഇങ്ങോട്ട് നിൽക്കുമ്പോൾ x ന്റെ വാല്യൂ എന്താ വേരി ചെയ്യും. സോ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. E equal to dl minus dl dx by dt. ഓക്കെ, ഇതിന്റെ വെലോസിറ്റി v, ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി v. dx by dt എന്താ? v. E equal to minus dl into minus v. minus v എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ മൈനസ് v എടുത്തത്. സോ E equal to dl. ഇതൊന്ന് വരച്ചെഴുതിയിട്ട് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, അതുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വലിയ കണ്ടക്ടറിന്റെ ഉള്ളിലാണോ ചെറിയ കണ്ടക്ടർ വെച്ചാൽ അങ്ങനെ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. കൺസെപ്റ്റ് എടുക്കാൻ വേണ്ടിയാണ്.
You use 100% of your brain. Carbon and copper. That's alkene അതിലേക്ക് ഓട്ടോ ആഡ് അത് ഇത് CO കാർബോക്സിലിക് ആസിഡ് അല്ല ജസ്റ്റ് സിംഗിൾ ബോണ്ടാണ് പറയുമ്പോൾ ഇതെല്ലാം പോയിട്ട് ഓച്ച് ചെയ്തിട്ട് ബാക്കി ഇതെല്ലാം പോയി molecular mass increase the second point is that branch increases molecular volume decreases. Also because of this, it is also soluble in water. It's a molecular type.
കറണ്ട് ഇക്വേഷൻ അതല്ല ഞാൻ ഇവിടെ പറഞ്ഞു. ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ കണ്ടുപിടിച്ച് എനിക്ക് പഠിപ്പിച്ചിട്ടില്ല കണ്ടുപിടിക്കാനോ പറഞ്ഞു. ഇൻഡ്യൂസ്ഡ് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? കറണ്ട് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായി. കറണ്ട് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായില്ലേ? അതിനൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. കറണ്ട് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായില്ല. ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായില്ലേ? പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ കണ്ടുപിടിക്കുക. നമ്മൾ സാധാരണ കണ്ടുപിടിക്കുക. ഒരു കോയിൽ വന്നത് എന്താ പറയാ, ഒരു മാഗ്നറ്റ് വന്ന് കോയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ലൈൻസ് അവിടെ ഇൻഡ്യൂസ് EMF ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും. അതറിയാലോ. ഇൻഡ്യൂസ് EMF ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഇൻഡ്യൂസ് EMF is equal to minus d∅dt. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോട്ടാ. നോക്കി എഴുതാൻ ഇവിടെ ശ്രദ്ധിച്ചേ. E equal to R കാണാം. ഇതിന്റെ അല്ല, അതിന്റെ അല്ല. SP2 SP3 ആണെങ്കിൽ Yeah.